ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സോയ വെച്ച് നല്ലൊരു കിടിലം സാധനം ഉണ്ടാക്കാം കേട്ടോ. ഇത് അടിപൊളി. ഇത് കഴുകിയൊക്കെ എല്ലാം വെള്ളമൊക്കെ മാറ്റി വെച്ചേക്കാണേ. ഞാൻ ഇപ്പോൾ കുറച്ചൊരു 100 ഗ്രാം സോയ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് സോയ ഇതുണ്ട്, പകുതി പച്ചമുളക്. എരി വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇവിടെ എരി കുറവ് മതി. പിന്നെ പൊടിയായിട്ടരിഞ്ഞ് സവാളയുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ്, ഇത് ചെറുതായതുകൊണ്ട് ചെറിയ ഉരുളൻകിഴങ്ങ് കാണുന്നത്. വലിയ ഉരുളൻകിഴങ്ങാണെങ്കിൽ ഒരു ഉരുളൻകിഴങ്ങ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഇത്തിരി മസാല, ചിക്കൻ മസാലയോ ഗരം മസാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ ഏതെങ്കിലും ഇടാം. പിന്നെ ഇച്ചിരി കോൺഫ്ലവർ, 1 സ്പൂൺ മൈദാപ്പൊടി, പിന്നെ ഇത്തിരി മുളക് പൊടി, ഇച്ചിരി മുളക് സീഡ്. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിന് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. ആദ്യമേ നമുക്ക് ഈ സോയ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഈ സോയ എല്ലാത്തോട്ടിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാൻ പോയി കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഒന്നുണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയും കഴിക്കാം, അല്ലാതെ വെറുതെയും കഴിക്കാം കേട്ടോ. ഇതേ സോയ ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ കണക്കിരിക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് ഉരുളൻകിഴങ്ങ് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഉരുളൻകിഴങ്ങ് ഒന്ന് അരച്ചുകൊണ്ട് വരാം. നല്ലോണം അങ്ങ് അരയണം കേട്ടോ. അതിപ്പോൾ അരച്ചുകൊണ്ട് വരാം. കണ്ടോ, ഉരുളൻകിഴങ്ങ് നല്ലോണം അരച്ചു. അത് നമുക്ക് ആ സോയയുടെ കൂടെ ഇടാം. ഇനി നമ്മൾ ഈ ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ല, ഇഞ്ചിയും ചെറിയ ഉള്ളിയും അതും ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി കേട്ടോ. ഇതേ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഞാൻ അതേപോലെ ഇട്ടിട്ടുണ്ട്. ഇത് ഉരുളൻകിഴങ്ങ്, ഇത് നമ്മുടെ സോയ. കണ്ടില്ലേ, ഇതാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോണം എങ്ങനെയാണ്. ഇതെല്ലാം ഇത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സോയ പൊടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പൊടിയാനാണ്. കണ്ടോ, സോയ പൊടിച്ചിട്ടുണ്ട്. സോയ കുതിച്ച് നല്ലോണം കഴുകി പൊടിച്ചേക്കുക കേട്ടോ. ഒരു പൊടി വെള്ളവും ഇല്ല. പിന്നെ ഉരുളൻകിഴങ്ങ് അരച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യുക. ഉപ്പിട്ടിട്ടില്ല, ഇനി ആ ഉപ്പൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം ചെയ്തു. ഇനി നമുക്കതിനകത്ത് കറിവേപ്പില ചേർക്കാം. ആവശ്യാനുസരണം കറിവേപ്പിലയോ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി അതിൻ്റെ കൂടെ ഇത് കോൺഫ്ലവറാണേ, ഇതിൻ്റെ പൗഡറാണ്. 2, 3 സ്പൂൺ, 100 ഗ്രാമിനാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ 2 സ്പൂൺ മൈദാപ്പൊടി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് റവ ചേർക്കാം. മൈദാപ്പൊടിയാണ് ഇതിന് കുറച്ച് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ അതിട്ടു. ഇനി ഇതിൻ്റെ കൂടെ ഗരം മസാലപ്പൊടി, നമ്മൾ തന്നെ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാലപ്പൊടി 1 സ്പൂൺ. പിന്നെ അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. സോയ ആണെന്നൊന്നും ആരും പറയത്തില്ല കേട്ടോ. ഈ ഒരു പലഹാരം ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ്, അല്ലാതെ കഴിക്കാനും നല്ലതാണ്. നല്ലോണം ഇത് കുഴച്ച് നല്ല പരുവത്തിന് എടുക്കുക. നമുക്ക് ഈ ബോളിലോട്ട് ഇത്തിരി മൈദാമാവ് ഇടാം. കണ്ടില്ലേ. എന്നിട്ട് ഇപ്പം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവെടുത്ത് ഇതിലോട്ട് ഇടുക. ഇങ്ങനെ 2 സൈഡിനും ഇങ്ങനെ ഇട്ട് പരത്തുക. മൈദാമാവ് ശകലിച്ച് തൂറ്റി കൊടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല.
ഉണ്ടാക്കാൻ പോകുന്ന സോയ വെച്ചാന്ന് ആദ്യമേ ആലോചിച്ചോണം. നമ്മൾ കഴിക്കാൻ പാടുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. നമുക്ക് അല്ലാതെ 4 മണിക്കൊക്കെ ഒരു ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കുറച്ച് കട്ടിക്ക് ഇങ്ങനെ ആക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിന് എടുക്കണം. എല്ലാം അതേപോലെ റൗണ്ടിന് എടുക്കുക. ആവശ്യമുള്ളവർക്ക് ആവശ്യം അനുസരിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പം കുറച്ച് മതിയായതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ചെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത്തിരി മാവ് പാത്രത്തിലോട്ട് ഇട്ടിട്ട് വേണം ഇത് എടുത്ത് വയ്ക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എല്ലാം പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കുക. വേറൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റുക. ഇനി നമുക്ക് അടുത്തതും അതേപോലെ ഇങ്ങനെ കുഴച്ച് നമ്മൾ തീരുന്നത് വരെ നമുക്കത് ഇങ്ങനെ ആക്കിയെടുക്കാം. ഒരു ഗ്ലാസിൻ്റെ കാര്യമേ ഉള്ളൂ കേട്ടോ. മാറ്റുക. അങ്ങനെ ഇതേപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ ആക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഈ ഷേപ്പൊക്കെ നമുക്ക് ആക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അതൊക്കെ നമുക്കത് ആക്കിയതിന് ശേഷം ഷേപ്പ് ചെയ്തെടുത്താൽ മതി. തിരിച്ച് മാവ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. എന്താ ടേസ്റ്റെന്നറിയാമോ ഇത്? എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം. കണ്ടില്ലേ? 100 ഗ്രാമിന് നമ്മൾ സോയ എടുത്ത് ഇത്രയും കട്ട്ലറ്റ് പോലൊരു സംഭവം. കട്ട്ലറ്റ് എന്ന് പറയാം. കട്ട്ലറ്റ് ആകുമ്പോൾ മുട്ടയും അതും ഇതൊക്കെ ചേർക്കുക, മറ്റേ ബ്രെഡ് പൊടിയൊക്കെ ചേർത്തല്ലേ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലോട്ട് കണ്ടേ മുളക് ചതച്ചത് ആവശ്യത്തിന് ഇച്ചിരിച്ചേ കേട്ടോ, ശകലിച്ച്. ഒരു ഡെക്കറേഷൻ അല്ല, ഒന്നുമില്ല, കാണാനൊരു ഭംഗിയാണ്. എൻ്റെ മുളക് പൊടി എൻ്റെ മുകളിലോട്ട് ഇച്ചിരിച്ചേ ഇടുക. പിന്നെ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വെള്ള എള്ളാണ് കേട്ടോ. ഇത് വെള്ള എള്ള് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. വെള്ള എള്ള് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വെള്ള എള്ളും ചെറുതായിട്ടൊന്ന് അമുക്കി കൊടുക്കുക. അടുത്തെന്ന് വെച്ചാൽ ഒരു മുട്ട എടുക്കുക. ഒരു മുട്ട പൊട്ടിച്ച് അത് നല്ലോണം കലക്കിയെടുക്കണം മുട്ട കേട്ടോ. ഇത് ഒരു മുട്ട പൊടിച്ചിട്ടുണ്ട്, അത് നല്ലോണം കലക്കാം. ഒരു ചെറിയൊരു കോട്ടിങ്ങിനാണ് കേട്ടോ. മുട്ടയില്ലാതെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ലോണം പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒരു ദോശത്തവ, നമ്മൾ ദോശ ഉണ്ടാക്കുന്ന എണ്ണ എടുക്കരുത്, ഒക്കെ ഉണ്ടാക്കി പഴയത് എടുക്കണം കേട്ടോ. ഇത് ദോശക്കല്ല നമ്മൾ ഉപയോഗിക്കുക, ദോശയൊന്നും ചുടാതെ വെച്ചേക്കുന്നല്ലോ. മുട്ടയൊക്കെ പോയി ചിക്കാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുമല്ലോ നമ്മൾ, സാധനങ്ങളൊക്കെ ചൂടാക്കാനൊക്കെ. അതാ ഒരു തവ എടുക്കുക, അതിനകത്ത് ശകലം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാവുന്നിടം വരെ ആക്കിയെടുക്കുക. കണ്ടില്ലേ?
ഫുള്ള് തീ ഇടരുത് കേട്ടോ, കുറച്ച് മതി തീ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആക്കി വെച്ചേക്കുന്നില്ല റൗണ്ടിൽ, അത് നമുക്ക് നമ്മുടെ മുട്ടയിലോട്ടൊന്ന് മുട്ടയിലൊന്ന് മുക്കിയിട്ട് കല്ലിലോട്ടിടുക. അടിപൊളിയല്ലേ? ഇപ്പോൾ സോയ ആണെന്ന് ആരും പറയത്തില്ല കേട്ടോ. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഇത് കഴിക്കാൻ? എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ, ഇതണക്ക് ഉണ്ടാക്കി കൂടെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. തീ കുറച്ച് തന്നെ വെച്ചേക്കണേ, തീ കൂട്ടരുത്. അപ്പോൾ നമ്മുടെ സോയ കൊണ്ടുള്ള നല്ലൊരു സ്നാക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിനകത്ത് ആക്കി വെച്ച് കൊടുക്കാൻ സൂപ്പറാണ് കേട്ടോ. ഒരു ലഞ്ചൊക്കെ കഴിക്കുമ്പോൾ ഇത് എടുത്ത് കഴിക്കുമ്പോൾ അവർക്കൊരു ബാക്കി മുട്ടയൊക്കെ ഇതിനകത്തോട്ട് തന്നെ അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. വലിയ പ്രത്യേകതയൊന്നുമില്ല, അത് സാരമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സോയ കൊണ്ടുള്ള ഒരു സ്നാക്സ്. നമുക്ക്